രാവിലെ നല്ല മഴ പെയ്താലും വെയിലായി അല്ലേ? അത് ഞാൻ പറഞ്ഞത്
കൈക്കൊണ്ടേരെ എന്നീട് സംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കാനും കാരണം മൂലം നമ്മൾ വേർപെട്ടു പോയ ഈ ആത്മാവിന് നിത്യശാന്തി നേരിടുവാനും നമ്മളെല്ലാവരും ഈ വീടിൻ്റെ മുറ്റത്ത് ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നമുക്ക് നമ്മിൽ വേർപെട്ടു പോയ ഈ ആത്മാവിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുക. ദൈവം അവിടുത്തെ നിത്യ സൗഭാഗ്യം നൽകി ഈ ആത്മാവിനെ ധന്യമാക്കട്ടെ എന്ന് മഹത്വപ്പെടുത്തട്ടെ എന്ന് നമുക്കെല്ലാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. എന്നയുടെ മരണത്തിൽ ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ട അമ്മച്ചി, സഹോദരങ്ങള്, കുടുംബാംഗങ്ങള്, ബന്ധുമിത്രാദികൾ എല്ലാവരെയും ഇവിടെ കൂടിയിട്ട് എല്ലാവരുടെയും പേരിൽ അനുശോചനം അറിയിക്കുകയാണ്. ഒരമ്മയെ സംബന്ധിച്ച് ജീവിച്ചിരിക്കുമ്പോൾ മക്കള് മരിക്കുക എന്നുള്ളത് വലിയ സങ്കടത്തിൻ്റെ ദുഃഖത്തിൻ്റെ ഒരു അവസ്ഥയാണ്. അമ്മച്ചിയുടെ മാനസികാവസ്ഥയെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ, അതുപോലെ ബെന്നി അവിവാഹിതനായതുകൊണ്ട് മറ്റ് കുടുംബാംഗ മക്കൾ അങ്ങനെ ഇല്ല നമുക്കറിയാം. ഏതായാലും ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ നമുക്കെല്ലാം പങ്കുചേരാം. ഈ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ ഏതാണ്ട് ഒരു മധ്യഘട്ടത്തിൽ 52 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ നമുക്കറിയാം. പിന്നീട് ആരോഗ്യാവസ്ഥയൊക്കെ വളരെ നേരത്തെ മുതൽ തന്നെ രോഗിയായിരുന്ന അവസ്ഥയിലാണ്. പഞ്ചായത്തിലൊക്കെ ജോലി ചെയ്ത് ഒത്തിരി സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ ആദ്യം നമുക്കെല്ലാം അറിയാം. ഒത്തിരി പേര് പിന്നീട് സഹായമൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ പറയും. അതോടൊപ്പം തന്നെ ഇടവകയിലുമൊക്കെ യുവജനം നിലയിലും അതുപോലെ ഇടവക ഗവൺമെന്റിലുമൊക്കെ നമ്മൾ ഉണ്ടായിരുന്ന ആളാണ്. അമ്പലത്തിലും ചെയ്യുന്ന ഈ ആത്മാവിനെ നമുക്ക് സമർപ്പിക്കാം. വീട്ടിലെ പ്രാർത്ഥനകളിൽ നമുക്ക് ആത്മാർത്ഥമായി സമർപ്പിക്കാം. ഗോവിന്ദന് ഈ വീട്ടിലെ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നതാണ്. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു.
പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ശ്രദ്ധിക്കുന്നവരെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ അത് വാടിപ്പോവുകയും ചെയ്യുന്നു. അതിൽ നിന്ന് സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ശ്രദ്ധിക്കുന്നവരെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിച്ചാൽ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീ അല്ലാതെ ആരെനിക്ക് ആശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിച്ചാൽ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർത്തിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമെന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മധ്യന് ശരണം നീയല്ലോ. ലോകം രക്തം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും അനുജനു ഞാൻ അന്തിമ. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർദ്ദനമർദ്ദിത പുണരുന്നു. ക്ഷയമുള്ളവനും ക്ഷയനാകും. മർദ്ദനേവം സകലേശം നിതരാമോദനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരത്തിലെ വിശുദ്ധ പൗലോസിനെ തെസ്സലോനിക്കക്കാർക്കെഴുതിയ ഒന്നാം ലേഖനം 4-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശനത്തിൽ കൂടി നിങ്ങൾ ദുഃഖിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മനുഷ്യർക്ക് ഉയർത്തെഴുന്നേറ്റെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെ അവനോട് ഉയർത്തിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കയില്ലെന്നുള്ള കർത്താവിന്റെ വാക്കുകൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു.
എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാരായുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. കൃഷികാരി മരിച്ചവരാദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവർ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരുടെ മേഘങ്ങൾ എടുക്കപ്പെടും. നാം എന്നും കർത്തനോടെ ആയിരിക്കുകയും ചെയ്യും. ആദ്യം ഈ വാക്കുകളാൽ നിങ്ങൾ ആശ്വസിപ്പിക്കുകയും കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 5:24 മുതലുള്ള തിരുവചനങ്ങൾ. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ വന്ന് കർത്താവ് ആത്മാവിനോട് കരുണ തോന്നുമെന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപ ഞങ്ങളെ രക്ഷിക്കുകയും ശ്രമിച്ചായി. നിന്റെ കൽപ്പനയിൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ആത്മാവിനെ നിത്യാനന്ദത്തിന് കുടുംബത്തിൽ സുരക്ഷമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധമാർഗ്ഗങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആകുൽക്കാൽ നിന്റെ അമൂല്യമായ രക്തം നിന്റെ രക്ഷിച്ച് ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണം പ്രദാനം തിരുമിശയായി വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന് പ്രതി ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും നഗരാജ്യത്തിന് അവകാശത്തിന് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസറിന്റെ മരണത്തിന് സ്വയം കരുണത്തിന് മിശയായി കരയുന്നവരെ കണ്ണു പിടിക്കുകയും അവരെ ആശ്വസിപ്പിക്കാൻ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാവങ്ങൾ കൊടുക്കുന്നതുമായ മിശയായി നിന്റെ ദാസന്റെ പാപത്തെയും അവരുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റു പറയാം. സർവശക്തനായ പിതാവ് വിശ്വസിക്കുന്നു. നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ധ്യാദിക്കും ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, നീ ആകാശത്തിലും ഭൂമിയിലും സുതരഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മരണം വരുമൊരു നാൾ ഓർക്കും. ജീവിത ചെയ്തികളും സകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾക്കൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു.
സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരുനാളോർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മൾ ഭവനത്തിലെ ശുശ്രൂഷകൾ ഇവിടെ അവസാനിക്കും. അവിടെ ചെന്ന് കുരിശുംതൊട്ടിയിൽ എല്ലാവരും പരമാവധി കുരിശുംതൊട്ടിയിൽ എല്ലാവരും ഇറങ്ങി അവിടെ നിന്ന് പള്ളിയിലേക്ക് വിലാപയാത്രയായിട്ട് പോകാനാണ് എല്ലാവരും പരിശ്രമിക്കുന്നത്. വാഹനങ്ങൾ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്ത് ഇറങ്ങി അവിടെ നിന്ന് വിലാപയാത്ര പള്ളിയിലേക്ക് പോകാനും പരിശ്രമിക്കണം. അങ്ങനെ തന്നെ കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകം ഇപ്പോൾ ചിന്തിക്കാം. അത്യാവശ്യമുള്ള കുടുംബാംഗങ്ങളും സഹോദരങ്ങളും ചിന്തിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ. ബാക്കിയുള്ളവർക്ക് പുറത്തേക്ക് ഇറങ്ങി ദേവാലയത്തിലേക്ക് പോകാം. നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം കടന്നു പോകുന്ന ശാശ്വത ഭാഗ്യം പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ അന്തിമയാത്ര എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ യാത്ര ഇതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പുത്രത്തെ പ്രാർത്ഥിപ്പതിനായി പരിവാഹനമായി ദൈവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാ നിൻ പ്രിയജനമേ അനുദിനമലവോടോർക്കണമെന്നേ. ഭൂമിയിൽ അവർ വിലപിക്കുന്നു, ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമില്ലാത്തോരുന്നതമോർത്തേം പ്രാപിപ്പതിനായി. നീ എന്നും നിലനിൽക്കുന്നു പോയി മറയും ക്ഷണഭംഗുരമാ ലോകവും അതിലെ ജടികാശകളും അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. അവനെ തേടി കണ്ടെത്തിയില്ല, ദുസ്സത കുടിവാണഴുകി നശിക്കും. ലോകമിതെന്നിൽ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരവോടാശ്ലേഷിച്ചു. നിന്റെ കരുണ എന്നെ അറിയിക്കണമേ, ശാന്തയിൽ മകനെ പൊയ്ക്കൊള്ളുക നിൻ പാപത്തിനു ഞാൻ മാപ്പേകുന്നു. പാപിനിയോടായി കൽപ്പിച്ചതുപോ എന്നോടുമിപ്പോൾ കൽപ്പിക്കണമേ. ബഹളമോതി അവനെ പുകഴ്ത്തുവൻ,
ദൂതർ വിളിക്കും കാഹളനാദം, വിധിനാളുയരും മോഹനഗാനം. അതു കേട്ടുണരും മൃതരെല്ലാരും, ത്രിത്വത്തിനായി കീർത്തനമോതും. സ്വർഗം ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും പറുദീസായ പുനരധിവാസം. നടപെട്ടുപോയ ബെന്നിയുടെ നിര്യാണത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ചുകൂടിയിരിക്കുന്നു. ബെന്നിയുടെ നിര്യാണത്തിന് സഹോദരങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കുമൊക്കെ ഉണ്ടാകുന്ന ദുഃഖത്തിൽ പങ്കുചേരുവാനും അനുശോചനം അറിയിക്കുവാനും ബെന്നിയുടെ നിത്യശാന്തിക്ക് ആത്മാവിൻ്റെ നിത്യശാന്തികൾ പ്രാർത്ഥിക്കുവാനുമാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മരണം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ജനിച്ചാൽ ഒരിക്കൽ എല്ലാവരും മരിക്കണം, മരണത്തെ നമ്മൾ അഭിമുഖീകരിക്കണം എന്നുള്ള പച്ചയായ യാഥാർത്ഥ്യം നമ്മളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഓരോ ദിവസത്തെയും നമ്മുടെ ജീവിതം നമ്മൾ നയിക്കുന്നത്. മരണത്തോടുകൂടി അവസാനിക്കുന്ന ഒരു ജീവിതമല്ല ഒരു ക്രൈസ്തവൻ്റെ ജീവിതം, മറിച്ച് മരണത്തോടുകൂടി ആരംഭിക്കുന്ന ഒരു ജീവിതമാണ് ഒരു ക്രൈസ്തവൻ്റെ ജീവിതം എന്ന് പറയുന്നത്. നിത്യജീവിതത്തിൻ്റെ ആരംഭമാണ് മരണത്തിലൂടെ കുറിക്കുന്നത് നമുക്കെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം നല്ലൊരു മരണത്തിനും മരണശേഷമുള്ള നിത്യ സൗഭാഗ്യത്തിനും ഒരുക്കമായിട്ടാണ് നമ്മളെല്ലാവരും നയിക്കുന്നത്. മാമോദിസ സ്വീകരിച്ച്, ഉദാശകൾ സ്വീകരിച്ച്, പ്രാർത്ഥിച്ച്, ദൈവവചനം അനുസരിച്ച് ജീവിച്ച്, കർത്താവിൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളെല്ലാം പാലിച്ച് തികച്ചും ആത്മീയമായിട്ടുള്ള ഒരു ജീവിതമാണ് ഈ ലോകത്തിൽ നിന്ന് നയിക്കുന്നത്. കാരണം ഈ ലോകത്തിൽ നമ്മുടെ ായിരിക്കണം, നമുക്കെല്ലാം അറിയാം. അതുപോലെയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നതൊക്കെ. ഇന്നിപ്പോൾ നമ്മളിൽ നിന്ന് വേർതിരിയുന്ന ബെന്നിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയാണ് ഇനി ഈ ആത്മാവിന് തുണയായിട്ടുള്ളത്, അല്ലെങ്കിൽ സഹായമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ആത്മാവിനെ ഈശോയുടെ സമർപ്പിക്കുക. ഇവിടെ
വേദനയോടെ സഹിച്ച് കുരിശിൽ തൂങ്ങി മരിച്ച് രക്ഷ നേടിത്തന്ന് അവിടുത്തെ രക്ഷയിലേക്ക് പങ്കുചേർക്കുന്ന ആ ഈശോയുടെ സ്നേഹത്തിലും കരുണയിലും ഒക്കെ നമുക്ക് എപ്പോഴും ആശ്രയിക്കാം. പിന്നീട് ജീവിതത്തിൽ വന്നുപോയിട്ട കുറവുകൾ, പോരായ്മകൾ അതെല്ലാം ദൈവം ക്ഷമിക്കുവാനും അതിനെല്ലാം പരിഹാരത്തിലൂടെ, നമ്മുടെ പരിഹാരത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ അതിനൊക്കെ ഉത്തരം കണ്ടെത്തുവാനും ഒക്കെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. പ്രവൃത്തികൾക്കനുസൃതമായി പ്രതിഫലം നൽകുന്നവരാണ് ദൈവം എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഹൃദയങ്ങളാണ് ദൈവം പരിശോധിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ പരിശുദ്ധിയാണ് അവിടുത്തെ മുമ്പിൽ പരിശോധിക്കപ്പെടുക. അതുകൊണ്ട് പ്രവൃത്തികൾക്ക് അനുസരിച്ചുള്ള പ്രതിഫലം നൽകുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ വെന്നി ഈ ലോക ജീവിതത്തിൽ ചെയ്ത എല്ലാ സൽകൃത്യങ്ങളും വലിയ ഒരു നിക്ഷേപമായി മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഒപ്പം ഹൃദയത്തിൻ്റെ ആ പരിശുദ്ധി അതും ദൈവം പരിഗണിക്കട്ടെ എന്ന് നമുക്കെല്ലാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, മരണത്തിന് ഒരു സംസ്കാര ശുശ്രൂഷയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ നമ്മുടെയും ജീവിതത്തെക്കുറിച്ചും അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ലോകത്തിലെ ജീവിതത്തിന് ശേഷമുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചും ഒക്കെ ചിന്തിക്കാനും മാനസാന്തരത്തിൻ്റെ അനുതാപത്തിൻ്റെയോ ഒക്കെ ചൈതന്യത്തിലൊക്കെ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനൊക്കെ പ്രത്യേകമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ഒരിക്കൽ കൂടി വെന്നിയുടെ ആത്മാവിനെ ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കുക. ഒപ്പം ഈ മരണത്തിലെ ദുഃഖിതരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും അതുപോലെ പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾക്കും എല്ലാവരുടെയും പേരിലുള്ള അനുശോചിക്കപ്പെട്ട പള്ളികൾ കർമ്മങ്ങളും ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മഹിളർക്കും ജീവനും അതുപോൽ ശരണവും അരുളിയിടാൻ അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ വിളരും, മൃതരുടെ എഴുന്നേൽക്കും. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും, അഭയം കുരിശിൽ കണ്ടവരവസാനം വിധിയുടെ നാളിൽ കൈവരും ആനന്ദം. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമതിച്ചു. മേഘത്തേരിൽ നാഥനെഴുന്നള്ളും, മൃതരെ വിളിക്കും, ജീവനവർക്കേകും. ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയരുത്, അഖിലേശൻ പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. ആദ്യം മുതൽ എന്നേക്കും ഈശോനാഥ, മരണവും ഉയരും നിൻ കൈകളിലല്ലോ, നിന്നെ നമിക്കുന്നു. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സത്യവിശ്വാസത്തോടെ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരനോട് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് ചരിത്രത്തിലുള്ള ഉപസാരിച്ചാണ് ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവർ ഉറപ്പിക്കുകയും നല്ലവർക്ക് സർവ്വഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്നെ മാതാവായ കന്യാമറിയത്തിന്റെ പ്രാർത്ഥന വിശുദ്ധ അവരുടെ യാളത്തിന്റെ ഫലത്തുവാൻ നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ വേണ്ട പേരെഴുതുകയും തെരഞ്ഞെടുക്കപ്പെടുകയാൾ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ചു കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര. പരിശുദ്ധമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉത്ഥാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റ് പുതാശകളാൽ എൻ്റെ ആത്മാവിനെ കൃപാകരം ചെയ്യുകയും ചെയ്ത് പ്രിയപ്പെട്ട അവരെ ഞാൻ കൃപാകരം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയപാലകരുമായ പുരോഹിതരെയും ദൈവജനങ്ങളാൽ എൻ്റെ ആത്മാവിനെ പോഷണം നൽകാൻ നിങ്ങളോട് യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്നാകുന്ന പോകുന്നെങ്കിലും എൻ്റെ സ്നേഹം എന്നും നിങ്ങളോടുണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നവർ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അതിന്റെ സംസ്കൃതിയെ നീക്കിപ്പടുത്തുകയാണ് പൊൽക്കൊടി പോലെ ജീവിതവേളയിൽ ഓർത്തോതെയും നൈരാശ്യമോടെ വിലപിക്കരുതേ. നിന്റെ ദാസന്റെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷേകവുമായി ശരീരത്തിന് നിന്റെ ദൈവപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട കബറിടം പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരം. സോപ്പാ കൊണ്ട നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള രൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്റെ വലത്ത് ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായസ്ഥിതികളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരം. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. കുന്തിരിക്ക വിട്ട് അന്തിമോപചാരം അർപ്പിക്കാൻ എല്ലാവർക്കും അവസരമുണ്ട്. ഇവിടെ പ്രഭാഗത്ത് എല്ലാവരും വന്ന് കാൽഭാഗത്തു നിന്ന് എല്ലാവരും വന്ന് ഇട്ട് മുമ്പോട്ടേക്ക് പോവുക. രണ്ട് ലൈനായിട്ട് വന്നു രണ്ട് സൈഡിൽ കൂടെ പോരെ. എന്റെ കർത്താവിനെ ഞാൻ മൃഗത്തേക്കും മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നല്ലവരും വരമ്പാകേ. കർത്താവേ, ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതിനാൽ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയും ഉയരം നൽകുന്നു. ഭൂമിന്റേതാകുന്നു ആകാശവും ഭൂതലവും താവമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരങ്ങൾ പാടും മൃതരാമരുടെ പാവങ്ങൾ വായിക്കണമേ നിൻ കൃപയാല്. മാമോദീസ വഴിയങ്ങേ സുതരാനവരൻ നോക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ
എല്ലാം തെളിവായ എന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായ എണ്ണി വിധിക്കല്ലേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവാപുത്രൻ റൂഹായേ മൃതനാമിന്മേൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോമിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ശരീരങ്ങൾ പൊത്താനം നീങ്ങുന്നു. നാഥായങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ ഉദ്ഘോഷിക്കുവിൻ. സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. ഭാവിനിക്ക് പുറത്തു കൊടുത്തവളെ വിശദീകരിച്ച കർത്താവെ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശദീകരിക്കണമേ. മാലാഖമാരുടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ. ർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ണഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. കാരുണ്യമിടും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. പറയറ്റവനായി സ്ഥിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമൊടു കല്ലറ വിട്ടെടുന്നേൽക്കും മനുജനു ഭാഗ്യം. നാദരണഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യമിടും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. വരിക നിനക്കായാതിമുതൽ യുഗനാഥനിൽ നിന്നിരു കേൾക്കും മനുജനു ഭാഗ്യം. നാദരണഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യമിടും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിൽ സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ പാപങ്ങൾ ഞാനറിയുന്നു, ഞാനവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയണമേ. എന്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കുമാമേ. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രമേർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതി ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും എന്റെ വലത്ത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ കൊടുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഏൽപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധന്മാരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന ഓർ സ്ഥലത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ മൗലിക തിരട്ട് ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത ഞങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
സൈഡ് ചെയ്യണം, സൈഡ് ചെയ്യണം. ഒരു തല കെട്ടില്ലാത്ത സ്ഥലം ഒരു കയറി ഇങ്ങോട്ട്